ഹലോ എവരിബഡി, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. അപ്പോൾ നമുക്ക് നീറ്റിൻ്റെ പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നീറ്റിൻ്റെ നെക്സ്റ്റ് വേവ്സിലെ തന്നെ നീറ്റിൻ്റെ അടുത്ത ചാപ്റ്റർ ചെയ്യാം. കീം കുട്ടികളെയും ഇത് തന്നെ ചെയ്യണം, കാരണം അവർക്കും ഇതേപോലെ തന്നെയുള്ള പ്രോബ്ലംസ് ഇനി വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രീവിയസ് ഇയർ കീമിൽ നിന്നുള്ള നീറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കീമിൽ കൂടുതൽ കണ്ടിട്ടുള്ള പുതിയ ക്വസ്റ്റ്യൻസ്. പഴയത് പ്രീവിയസ് കീമിൽ തന്നെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരാം. അതിൻ്റെ നമ്പേഴ്സൊക്കെ ഒന്ന് മാറ്റി, ഡിജിറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റി തരും. പിന്നെയുള്ളത് ഇതേപോലെ തന്നെ നീറ്റിൽ നിന്നും അതുപോലെ തന്നെ JEE മെയിൻസിൽ നിന്നും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, സോ പിന്നെ ക്യുസാറ്റിൽ നിന്നൊക്കെ. So this question, it's very simple question. The displacement of a traveling wave. Displacement of ഒരു traveling wave ന്റെ displacement equation തന്നിട്ടുണ്ട്. Y is equal to C sin 2pi by lambda into ബ്രാക്കറ്റിനകത്ത് AT minus X. അതിനകത്ത് T എന്ന് പറഞ്ഞ ടൈമാണ്, X ഡിസ്റ്റൻസ് ആണ്, ലാംഡ എന്ന് പറഞ്ഞ വേവ് ലെങ്ത് ആണ്. എല്ലാം SI യൂണിറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്? അപ്പോൾ എന്താ, നോർമലി നമ്മുടെ ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Y is equal to A sin omega t plus or minus kx. അപ്പം ഈ വേവ് ട്രാവൽ ചെയ്യുന്നത് പോസിറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? A sin omega t minus kx എന്ന് പറയും. ഇനിയിപ്പോൾ ഇത് ട്രാവൽ ചെയ്യുന്നത് ഇങ്ങോട്ട് ഈ ഡയറക്ഷനിലാണെങ്കിൽ ഇറ്റ് ഈസ് പ്ലസ് kx. അത്രേ ഉള്ളൂ. A എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്താണ്? ഇതിൻ്റെ ഈ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡാണ് A. പിന്നെ ഒമേഗ ടി ആൻഡ് kx. വാട്ട് ഈസ് ഒമേഗ? അപ്പോൾ ഇവിടെ എങ്ങനെ തന്നേക്കുന്നത്? Y ഈസ് ഈക്വൽ ടു C sin 2pi by ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേവ് ലെങ്ത് ആണ്. ലാംഡ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാലോ? ഇത് തൊട്ട് ഇത്ര. ദിസ് വൺ ഈസ് ലാംഡ. ഡിസ്റ്റൻസിൽ ടൈമിൽ പറയുവാണെങ്കിൽ ദിസ് ഈസ് T. ഹിയർ ഇറ്റ് ഈസ് ടൈം, ദിസ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ടൈം, ദിസ് വൺ ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് y. ഓക്കെ, സോ 2pi ഇതാണ് തന്നിരിക്കുന്നത്. എന്താ തന്നിരിക്കുന്നത്? 2pi by ലാംഡ ഇൻറ്റു AT മൈനസ് എക്സ്. അപ്പോൾ നമ്മളിതിനെ ആദ്യം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതേ ഫോമിലേക്ക് ഒന്ന് ആക്കുക. അപ്പോൾ എന്ത് പറ്റും? C ഇൻറ്റു സൈൻ ഇൻറ്റു ഇതെല്ലാം അകത്തേക്ക് കയറ്റട്ടെ. 2pi by ലാംഡ ഇൻറ്റു AT മൈനസ് 2pi by ലാംഡ ഇൻറ്റു എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക, ഈ എക്ക് വരെ ഇവിടെ സിൻ്റെ സൈൻ തന്നെ, ഒമേഗ ടിക്ക് വരെ വാട്ട് ഈസ് ഹിയർ? സോ അവർ ഒമേഗ ഈസ് ഈക്വൽ ടു 2pi by lambda into A. ഒമേഗ കിട്ടിയേ. സോ വാട്ട് ഈസ് ഒമേഗ? 2pi by T ആണ് ഒമേഗ. 1/T എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, 2pi by F. ഇവർ ചോദിച്ചേക്കുന്നത് എന്താ? വാട്ട് ഈസ് എ ഫ്രീക്വൻസി? സോ ഫ്രീക്വൻസി F ഈസ് ഈക്വൽ ടു 2pi by ഒമേഗ, 2pi into F. സോ F ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ 2pi. സോ വാട്ട് ഈസ് ഒമേഗ ഹിയർ? ഒമേഗയാണ് നമുക്ക് തന്നേക്കുന്നത് 2pi by ലാംഡ ഇൻറ്റു A. അതാണ് ഒമേഗ. T അവിടെ കിടക്കട്ടെ. ഒമേഗ ഇൻറ്റു T അല്ലേ? T വേണ്ട നമുക്ക്. ഒമേഗ എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനമാണ്. 2pi by ലാംഡ ഇൻറ്റു A, ബാക്കി ഇൻറ്റു 2pi. 2pi ക്യാൻസൽ ചെയ്തേ. F എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് A by ലാംഡ. സോ F is equal to A by ലാംഡ. വാട്ട് ഈസ് ദ ആൻസർ? D. ഓപ്ഷൻ D is the right answer. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സ്റ്റാൻഡിംഗ് വേവിൻ്റെ ഇക്വേഷൻ പഠിക്കണം, അതേപോലെ തന്നെ ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷൻ. ഈ വേവിൻ്റെ ഏറ്റവും ആദ്യം തന്നെ ട്രാവലിംഗ് വേവാണ് നമുക്ക് പഠിക്കണം. ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ A sin ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് kx. അപ്പോൾ ചിലപ്പോൾ K ചോദിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ വേവ് നമ്പർ, K is a വേവ് നമ്പർ, അത് ചോദിക്കാം. അല്ലെങ്കിൽ ഒമേഗ, അല്ലെങ്കിൽ ഫ്രീക്വൻസി, അല്ലെങ്കിൽ ടൈം പീരീഡ്, എന്ത് വേണേൽ ചോദിക്കാം. ഈ ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടും. ഇതിൻ്റെ ടേംസിൽ, സൈനിൻ്റെ ടേംസിലേക്ക് ഇതിനെ അങ്ങോട്ട് എഴുതുക. അല്ലെങ്കിൽ ചിലപ്പോൾ കോസ് ആയിരിക്കാം, വാട്ട് എവർ മേ ബി ദിസ്. A sin ഒമേഗ ടി ആയിരിക്കാം. സോ A ആയിരിക്കാം, സൈൻ ആയിരിക്കാം, കോസ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലായിരിക്കാം. സോ A sin ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് kxൻ്റെ ഫോമിലാണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ഒമേഗയുടെ ടേമിങ് ഉണ്ടാക്കുക. 2pi by ലാംഡ ഇൻറ്റു A ഈസ് ഒമേഗ. അവർ ഒമേഗ ഈസ് 2pi by ലാംഡ ഇൻറ്റു A. അതിൽ നിന്ന് നമ്മൾ ഒമേഗ ഈസ് വി എന്ന് പറഞ്ഞാൽ 2pi by T ആണ്, അല്ലെങ്കിൽ ഈ 1/T എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. സോ ഒമേഗ എന്ന് പറഞ്ഞാൽ 2pi ഇൻറ്റു F ആണ്. അപ്പോൾ എന്ത് വരും? സോ F ഈസ് ഈക്വൽ ടു എന്ത് വരും? ഒമേഗ ബൈ 2pi. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒമേഗ തന്നിട്ടുണ്ട്, ഒമേഗ ഇതിൽ നിന്ന് അങ്ങോട്ട് എടുക്കുക. അല്ലെങ്കിൽ ഒമേഗ ഈസ് ഹിയർ 2pi by ലാംഡ ഇൻറ്റു A by 2pi. The answer is A by lambda. Okay, it's very simple question. Just you remember, waves എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്തൊന്നും വരുന്നുണ്ടാവുള്ളൂ. 1-2 ക്വസ്റ്റ്യനൊക്കെ വരുന്നുണ്ടാവുള്ളൂ. ബട്ട് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് കുട്ടികൾ കുറച്ച് ക്വസ്റ്റ്യനേ ഉള്ളൂ, അതിന് അതൊന്നും വെയിറ്റേജ് ഇല്ല എന്നൊക്കെ പറഞ്ഞത് കളയും. വെയിറ്റേജ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണേ? നമുക്ക് ചിലപ്പം ഒരുപാട് തെർമോഡൈനാമിക്സ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ബട്ട് നമ്മൾ
ഈ ക്വസ്റ്റ്യൻ ഇല്ലയെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതിൽ നിന്നായിരിക്കും ചിലപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഒഴിവാക്കുന്ന ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് ഒരു ചാപ്റ്ററും നിങ്ങൾ ഒഴിവാക്കരുത്. എല്ലാത്തിൻ്റെയും ബേസിക് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. വാട്ട് ഈസ് എ വേവ്, ഈ വേവ് എന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണുള്ളത്, വേവ്സ് ഉണ്ട്, അതായത് സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ട്, അതുപോലെ തന്നെ ട്രാവലിംഗ് വേവ്സ് ഉണ്ട്, പിന്നെ നമ്മൾ വന്നിട്ട് ഓർഗൻ പൈപ്സ് ഉണ്ട്, പിന്നെ സ്ട്രെച്ചഡ് വയറിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ കേസസ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കീമിൽ ഇല്ലാത്തൊരു കാര്യം, നിങ്ങൾക്ക് ടെമ്പറേച്ചറിൻ്റെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്, അത് നമ്മൾ നോക്കാം. പിന്നെ ഉള്ളത് നമ്മുടെ ബീഡ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ഒബ്സർവറും ഇതും തമ്മിലുള്ള ഒരു എന്താ പറയുക അപ്പാരൻറ്റ് വെലോസിറ്റിയുടെ കേസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കേസ് എന്തായാലും കീമിൽ നീറ്റിൻ്റെ കാര്യം പഠിച്ചുകൊണ്ടിരിക്കണം. കീമിൽ ചിലപ്പോൾ 1-2 വളരെ ഇൻഡെപ്തായിട്ട് അത്രയൊന്നും പോകേണ്ട കാര്യമില്ല. ചില കാര്യങ്ങൾ ഒഴിവാക്കാം. പക്ഷെ നമ്മൾ ഒഴിവാക്കാമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ കീമിനകത്ത് ഇതൊക്കെ കയറി വരാറുണ്ട്. അതുകൊണ്ട് നല്ല മാർക്ക് ടോപ്പിൽ കീമിൽ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ നീറ്റും കൂടെ കാണണം. ഓക്കെ, സോ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീറ്റ് 2022 ക്വസ്റ്റ്യൻ ആണ്, 2022 ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ജസ്റ്റ് വായിക്കാം. ഇഫ് ദ ഇനീഷ്യൽ ടെൻഷൻ ഓൺ എ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ കേസാണ്. ഒരു വലിച്ചു പിടിച്ചിരിക്കുന്ന ഒരു കയറിൽ എന്താ സംഭവിച്ചത്, അതിന് ഇനീഷ്യൽ ടെൻഷനുണ്ട്, അതിന് ഓൾറെഡി ഒരു ഇനീഷ്യൽ ടെൻഷനുണ്ട്, അത് ഒന്നുകൂടെ വലിച്ചപ്പോൾ എന്തായാലും ടെൻഷൻ ഡബിളായി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ റേഷ്യോ ഓഫ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്പീഡ്? ഇനീഷ്യൽ സ്പീഡും ഫൈനൽ സ്പീഡും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരുന്നത്. വി നോ ദാറ്റ് സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ അതിൻ്റെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെൻഷൻ. എന്താണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെ അതിലൂടെയാണ്. നമ്മളിപ്പോൾ ഇതിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒരു ഓസിലേഷൻ നമ്മളതിന് കൊടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് ദാറ്റ് വൺ ഈസ് ഡിപ്പെൻഡ്സ് ഓൺ √T/μ. ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെൻഷനാണ്. ഇറ്റ്സ് വെലോസിറ്റി ത്രൂ വിച്ച് ദ വേവ്സ് ആർ മൂവിങ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എന്താണ്, √10 ഡിവൈഡഡ് ബൈ μ. അതായത് ടെൻഷൻ ഭയങ്കരമായി കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ നമ്മളൊരു പൾസ്, നമ്മൾ പറഞ്ഞില്ലേ ഒരു പൾസ് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഒരു പൾസ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ ഇത് അങ്ങനെ എത്തും. വലിച്ച് മുറുക്കി കഴിഞ്ഞാൽ തളകളാന്ന് പറഞ്ഞാൽ ലൂസായി കിടക്കുന്ന ഒരു കയറിലേക്ക് നമ്മൾ ചുമ്മാ ഒരു പൾസ് കൊടുത്തു കഴിഞ്ഞാൽ അത് മെല്ലെ ട്രാവൽ ചെയ്ത് പോകത്തുള്ളൂ. സോ നമ്മൾ എത്രമാത്രം ഇതിനെ വലിച്ച് മുറുക്കിയിടുന്നു അത്രമാത്രം അതിൻ്റെ ഈ വേവ്സ് അതിൽ കൂടെ ട്രാവൽ ചെയ്ത് വേഗം പൊയ്ക്കോളും. സോ ഓൾ ദീസ് വേവ്സ് ആർ മൂവിങ്, വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അതുപോലെ തന്നെ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, മ്യൂ ഈസ് ഈക്വൽ ടു ദാറ്റ്സ് മാസ് പെർ ലെങ്ത്. എത്രയാണ് അതിൻ്റെ വെയിറ്റ്? വളരെ കനം കൂടിയ കട്ടിയുള്ള ഒരു കയറിൽ നമ്മൾ ഒരു പൾസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ മെല്ലെ പോകത്തുള്ളൂ. മെലിഞ്ഞ ഒരു കയറാണെങ്കിൽ, ഒരു ചരടാണെങ്കിൽ നമ്മൾ ചെറിയൊരു പൾസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ അങ്ങേ അറ്റത്തെത്തും. സോ ഇതിന് ഇൻവേഴ്സ് ആയിട്ടാണ് പ്രപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ് എന്ത്, മാസ് പെർ ലെങ്ത്തിന്. അതേപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് പ്രപ്പോർഷണലാണ് ഇറ്റ്സ് ടെൻഷൻ. അപ്പം ഇത് ജസ്റ്റ്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, സെയിം വയറിൻ്റെ കേസ് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് മ്യൂ ഈസ് സെയിം. സോ വി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു √T. ഇതിനെന്താ പറയുന്നത്, വെൻ ഇനിഷ്യൽ കേസിൽ V1ൻ്റെ കേസിൽ ഇത് T1 ആയിരുന്നെങ്കിൽ V2ൻ്റെ കേസിൽ ഇത് ഡബിളാക്കി 2T1 ആക്കി, അല്ലേ, ഡബിളാക്കി. ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ? ഇതാണ് ചോദിച്ചിരുന്നത്. വാട്ട് ഈസ് ഇനിഷ്യൽ? T1/2T1. ഓക്കെ, റൂട്ടുണ്ട് കേട്ടോ V1ൻ്റെ കേസിൽ. അപ്പോൾ V1 ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ √T. അപ്പോൾ V1/V2 ഈസ് ഇക്വൽ √T1/T2. ഓക്കെ, വാട്ട് ഈസ് T1 ഈസ് ഈക്വൽ ടു T. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് V1 ആണ്. V1 ഇനിഷ്യൽ, രണ്ടാമത്തെ വെലോസിറ്റി V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2 എടുക്കുക. അവിടുത്തെ ഇനിഷ്യൽ ടെൻഷൻ എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി T1. രണ്ടാമത്തെ ടെൻഷൻ എന്ന് പറയുന്നത് T2 എന്ന് ഇനിഷ്യൽ വെലോസിറ്റി T ആയിട്ട് എടുക്കുക. T2 എന്ന് പറയുന്നത് ഡബിൾ ആക്കി എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് 2T. മനസ്സിലായല്ലോ? ഇനിഷ്യൽ വെലോസിറ്റി V1 ആയിട്ട് എടുത്തു, ഫൈനൽ വെലോസിറ്റി V2 ആയിട്ട് എടുത്തു. ദെൻ ഇനിഷ്യൽ ആദ്യം ടെൻഷൻ T ആയിട്ട് എടുത്തു, പിന്നെയുള്ള ടെൻഷൻ എന്ന് പറയുന്നത് T2 എന്ന് പറയുന്നത് അവർ പറഞ്ഞിട്ടുണ്ട് ഇത് ഡബിളാക്കി. ഇനിഷ്യൽ ടെൻഷനേക്കാളും ഡബിളാക്കി ടെൻഷൻ, ഫൈനൽ ടെൻഷൻ. So what they are asking is V1/V2. V1/V2 എന്ന് പറഞ്ഞാൽ √T1/T2. സെയിം റേഷ്യോയിലല്ലേ. സോ ഇറ്റ് ഈസ് √T1 എന്ന് പറഞ്ഞാൽ T ആണ്, T2 എന്ന് പറഞ്ഞാൽ 2T ആണ്. T ക്യാൻസൽ ചെയ്ത് ബാക്കി എന്തുണ്ട്, 1/√. റൂട്ട് മറന്നു പോയത് കുട്ടികൾക്കൊക്കെ തെറ്റ് പറ്റുന്നത് അവിടെയാണ്. ചിലപ്പോൾ റൂട്ട് എല്ലാം അറിയായിരിക്കും, പക്ഷേ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെയും കിട്ടുന്നുണ്ടാവും. എന്നിട്ട് ഇതൊന്നും ഇല്ലാതെ 1:2 എന്ന് എഴുതി വയ്ക്കും. അത് ഓൾറെഡി അതിനകത്ത് ഓപ്ഷനകത്ത് ഉണ്ട് താനും. അപ്പോൾ നീറ്റിൽ അങ്ങനെയൊക്കെയാണ് പ്രശ്നം. ഗെയിമിൽ നമുക്ക് അത് കുറച്ച് സേഫ് ഗാർഡായിട്ട് കിട്ടാറുണ്ട്. ബട്ട് ഇവിടെ നമ്മൾ എന്തൊക്കെ മണ്ടത്തരം പറ്റുമോ ആ ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് അവരതിനകത്ത് കാണിക്കാറുണ്ട്. അതുകൊണ്ട് ബി കെയർഫുൾ. അത് 1/√2 ആണ്.
സോ 1:√2. തിരിഞ്ഞ് മറിഞ്ഞ് പോയത് ചില കുട്ടികൾ ഇവിടെ ഇങ്ങനെ കിട്ടും, എഴുതുമ്പോൾ മാറും. സോ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ചെയ്യുക. ആ ഫൈനൽ ആൻസർ തന്നെയാണ് നമ്മൾ ഇപ്പുറത്തെ ഓപ്ഷൻ കുത്തിയെന്നുള്ളത് ശ്രദ്ധിക്കുക. അതില്ലാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. വളരെ വെപ്രാളം പിടിച്ചിട്ട് ചെയ്തതെല്ലാം തെറ്റിക്കരുത്. ബി കെയർഫുൾ. വളരെ സമാധാനത്തോടുകൂടി ക്വസ്റ്റ്യൻ ചെയ്യുക. ചെയ്യുന്ന ക്വസ്റ്റ്യൻ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള മൈൻഡിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ നന്നായി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, പ്രിപ്പയർ ആവണം. ഒന്നും പ്രിപ്പയർ ആവാതെ ചുമ്മാ കാം ആൻഡ് ക്വയറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു പ്രിപ്പയർ വെരി വെൽ. നല്ല കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മൾ ശാന്തമായിട്ടിരുന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. സോ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളും തിരിച്ചു മറിച്ചൊന്നും വെക്കരുത്. സോ ഇഫ് യു ആർ ഗെറ്റിംഗ് 1/√2 യു ഷുഡ് അത് ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് ഇവിടെ വരുന്നത്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ടെൻഷൻ കൂടിയാൽ, ടെൻഷൻ ഡബിൾ ആയാൽ ഇറ്റ് ഈസ് √T/μ. അല്ലെങ്കിൽ ചില കേസിൽ ചിലപ്പോൾ അവർ പറയും ഡയമീറ്റർ കൂട്ടി, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് മാറും. അല്ലെങ്കിൽ ചിലപ്പം സെയിം മെറ്റീരിയൽ തന്നെ മാറി എന്ന് പറയും. അങ്ങനെയുള്ള കേസിൽ അവർ മ്യൂവിൻ്റെ വാല്യൂ തരും, അല്ലെങ്കിൽ ലെങ്ത് ചേഞ്ച് ചെയ്തു. സോ വാട്ട് എവർ, നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. ഇറ്റ് ഈസ് √. എന്തായാലും ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2022 നീറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇറ്റ്സ് ഓൾസോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. മറ്റേതിൻ്റെ അത്രയും സിമ്പിൾ അല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഓർഗൻ പൈപ്പിൻ്റെ കേസാണ് പറയുന്നത്. ഫിൽഡ് വിത്ത് എ ഗ്യാസ് അറ്റ് 27 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. 27 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ളൊരു ഗ്യാസ് ഒരു ഓർഗൻ പൈപ്പിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. 27 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. റെസൊണൻസ് 400 ഹെർട്സ്. അതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് എത്രയാണ്? 400 ഹെർട്സിനായിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഫ്രീക്വൻസി ഈസ് 400 ഹെർട്സ്. അതാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ മോഡിലുള്ള ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്തു? ഇഫ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ദ സെയിം ഗ്യാസ് തന്നെ പിന്നെയും കൊടുത്തു. ബട്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഇച്ചിരി കൂടാനും ഇച്ചിരി ഒന്ന് ഹീറ്റ് ചെയ്തു, ചൂടാക്കി. എന്നിട്ട് എത്രയായി? 27 എന്നുള്ള ടെമ്പറേച്ചർ നല്ലതായിട്ട് കൂട്ടിയിട്ട് അത് 90 ഡിഗ്രി ആക്കി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി തന്നെയാണ്, സെയിം മോഡാണ് പറഞ്ഞേക്കുന്നത്. സോ എന്തൊക്കെയാണ് തന്നേക്കുന്നത് നോക്കാം. ദാറ്റ് ഈസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 ഈസ് ഈക്വൽ ടു 27 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. നമുക്കറിയാം, എല്ലാത്തിനും നമ്മൾ ഇതിലേക്ക് മാറ്റുന്നു. സോ ഇറ്റ് ഈസ് 300 K. ദെൻ T2 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. 90 ആകുമ്പോൾ എത്ര വരും? 273 + 90, 3 9 7 16. ഓക്കെ, 363. സോ ഇറ്റ് ഈസ് ആക്ച്വലി 363 Kelvin. ഇത് രണ്ടും കിട്ടി. ഫസ്റ്റ് ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ഫസ്റ്റ് കേസ് 1 ഇറ്റ് ഈസ് 400 ഹെർട്സ്. വാട്ട് ഈസ് ദ F2 ആണ് ചോദിച്ചേക്കുന്നത്. സോ വി നോ ദാറ്റ് V1 ഈസ് വെലോസിറ്റി ഓഫ് ദിസ് വേവ് ഓർഗൻ പൈപ്പ്. വെലോസിറ്റി ഓഫ് ദ ഓർഗൻ പൈപ്പിൻ്റെ ഗ്യാസിൻ്റെ സൗണ്ട് വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √temperature. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിൻ്റെ ഡെറിവേഷൻ ഞാൻ അതിന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. ഇതിപ്പോൾ അതൊന്നും ഓർമ്മയില്ലെങ്കിൽ പോലും യു ജസ്റ്റ് റിമെമ്പർ. നമ്മുടെ ടെൻഷൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു temperature. ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. NRT ബൈ വരുന്നുണ്ട്. സോ ഓൾ ദീസ് തിങ്സ് ആർ PV NRT ബൈ റോ ആണ്. സോ എവറിത്തിങ് ഈസ് സെയിം. ഇവിടെ ആ സെയിം മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം സെയിം ആണ്. ടെമ്പറേച്ചർ മാത്രമേ വ്യത്യാസമുള്ളെങ്കിൽ V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു temperature. സോ വാട്ട് വി ക്യാൻ ടെൽ ഇറ്റ് ആസ് V1/V2 അല്ലേ? V1/V2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് √T1/T2. ബട്ട് ഒരു കാര്യമുണ്ട്, ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന ഫ്രീക്വൻസിയാണ്. വാട്ട് ഈസ് ഫ്രീക്വൻസി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു അവർ ലാംഡ ഇൻറ്റു ഫ്രീക്വൻസി. സോ ഇറ്റ് ഈസ് ആക്ച്വലി സെയിം വേവ് ലെങ്ത് ആണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയിൽ എല്ലാത്തിലും ചോദിച്ചിരിക്കുന്നത്. സോ വിൻ്റെ കേസ് നമുക്ക് V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു F എന്ന് പറയാം. സോ ഹിയർ വി ക്യാൻ ടെൽ ഇറ്റ് ആസ് F1/F2 ഈസ് ഈക്വൽ ടു √T1/T2. ഓക്കെ. സോ ഇറ്റ് ഈസ് ആക്ച്വലി സെയിം ഗ്യാസിൻ്റെ കേസിൽ ദിസ് ഫ്രീക്വൻസി V is directly proportional to this frequency. So F1/F2 is equal to √temperature 1/temperature 2. Okay. So what is temperature 1? ടെമ്പറേച്ചർ 1 എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ ഇപ്പോൾ വരുന്നത് 300 ആണ്. ടെമ്പറേച്ചർ 2 എന്ന് പറയുന്നത് 363 ആണ്. വാട്ട് ഈസ് ഇത് വരുമ്പോൾ 3 കൊണ്ട് വെട്ടുമ്പോൾ ഇറ്റ് ഈസ് 100, 121 അല്ലേ? സോ ഇറ്റ് ബിക്കംസ് 10/11. 10/11 ഇത്. വാട്ട് ഈസ് F1 നമുക്ക് തന്നിട്ടുണ്ട്. F1 എന്ന് പറഞ്ഞാൽ 400 ഡിവൈഡഡ് ബൈ F2 ഇസ് ഈക്വൽ ടു 10/11. സോ വാട്ട് ഈസ് F2 ഇസ് ഈക്വൽ ടു 400 × 11/10. സോ 10 10 14 44 440 ഹെർട്സ്. അപ്പോൾ എന്താ പറയുന്നത്? ടെമ്പറേച്ചർ അങ്ങോട്ട് കൂട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി മാറും. ഓക്കെ. ഫ്രീക്വൻസി എത്രയായിട്ട് മാറും? 440 ആയിട്ട് മാറും.
So the frequency option C is the right answer. So you just ഇങ്ങനെയുള്ള കാര്യം just frequency F1 is directly proportional to root of temperature. അതൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി ഇതിൻ്റെ കേസിൽ. What is frequency? Frequency is directly proportional to root of T. ആക്ച്വലി വെലോസിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടി. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നമ്മുടെ വെലോസിറ്റിയിൽ വ്യത്യാസം വരും. സൗണ്ടിൻ്റെ വെലോസിറ്റി, ആ സൗണ്ട് വേവ്സിൻ്റെ വെലോസിറ്റിയിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ മാറും. ടെമ്പറേച്ചർ സെയിം ടെമ്പറേച്ചറിൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് ടെമ്പറേച്ചർ കൂടുക കുറേ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ചേഞ്ച്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. അതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഹിയർ ബേസ്ഡ് ഓൺ ദിസ് തിങ് വി ക്യാൻ ഫൈൻഡ് ദാറ്റ് എന്താണ് F2 എന്ന് പറയുന്നത് 440 ആണ്. സോ ദിസ് ഈസ് ഓൾസോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഈ ചാപ്റ്റർ നിങ്ങൾ മിസ് ചെയ്യരുത്. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ദിസ് തിങ് നിങ്ങൾ ഈ പ്ലാൻ ബി ആയിട്ട് നിങ്ങൾ കീമും വിചാരിക്കും. ഓക്കെ, സോ ബൈ, ഓൾ ദി ബെസ്റ്റ്.